നമ്മളെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കും, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, എല്ലാവിധ ചൂഷണങ്ങൾക്കെതിരെ സംസാരിക്കും, ഒക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം എവിടെയാണെന്ന് അറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യർ അവരുടെ നിസ്സഹായത, അവരുടെ നിലപാടിൽ അവരവരുടെ നിസ്സഹായത അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം തന്നെ അളമുട്ടിക്കുന്ന ചില മേഖലകളുണ്ട്. അതിലൊരു മേഖലയിലെ ദൃശ്യമാണ്, അത് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. MP ബോർഡറിൽ ഒരു ട്രക്ക് ഡ്രൈവറുടെ അവസ്ഥയാണ്. അതായത് അദ്ദേഹത്തിന് RTO 4500 രൂപ ഫൈൻ അടിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2500 രൂപ ഫൈൻ അടച്ചു, ഇപ്രാവശ്യം 4500 രൂപ, അതും പേപ്പർ പോലും നോക്കാണ്ടേ. അതിനെതിരെ പ്രതിഷേധിക്കാൻ അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഈ പെട്രോൾ ക്യാൻ എടുത്തിട്ട് മുകളിൽ കയറി നിൽക്കുകയാണ്. അവൻ അധ്വാനിച്ച് ജീവിക്കുന്നവനല്ലേ. ഇതേപോലത്തെ എത്രയോ ആളുകളുണ്ട്, നിസ്സഹായരുണ്ട്. അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഈ സിസ്റ്റം ഉണ്ടല്ലോ, ഈ വ്യവസ്ഥയാണ് ഈ നാടിൻ്റെ നാശം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് യാതൊരുവിധ എന്താ പറയുക, പണമോ അധികാരമോ ഇല്ലാത്തവൻ്റെ മേളിൽ കുതിര കയറി അടിച്ചമർത്തി അവൻ്റെ നിന്ന് പിടിച്ചു പറിച്ച് കാശുണ്ടാക്കുന്ന ഇതേപോലുള്ള നീചന്മാരുടെ ഈ സിസ്റ്റം ഉണ്ടല്ലോ, ഈ വ്യവസ്ഥ, ഇത് എന്നും നശിക്കുന്നോ അന്ന് നാട്ടിൽ അടിസ്ഥാനമായിട്ട് അധ്വാനിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടും. അല്ല എന്ത് അവകാശം പറഞ്ഞിട്ടോ എന്ത് പോരാട്ടം നടത്തിയിട്ടോ കാര്യമില്ല. ഈ ദൈനംദിന ജീവിതങ്ങളിൽ എത്രയോ റോഡുകളിൽ, എത്രയോ ടോൾ ബൂത്തുകളിൽ, എത്രയോ ഹൈവേകളിൽ, എത്രയോ സ്ഥലങ്ങളിൽ ഇതേപോലത്തെ ആളുകൾ അളമുട്ടിയിട്ടാണ് അവൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്താ പറയുക, അവൻ്റെ ആത്മഹത്യ ശ്രമിക്കുന്നത്. അപ്പോൾ പോലീസുകാർ ഇവിടെ നിന്ന് കൈ കൂപ്പിട്ട് താഴേക്കിറങ്ങി ഒരാളുകളെ നമ്മൾ കൊണ്ട് എത്തിക്കുന്ന അവസ്ഥയാണ്. അവൻ അധ്വാനിച്ച് ജീവിക്കുകയാണ്, അവനൊരു പണിയെടുത്ത് ജീവിക്കുന്നവനല്ല. അവൻ്റെ പേപ്പറിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കണോണ്ട് തെറ്റില്ല, നിയമം പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ പേപ്പർ പോലും നോക്കാണ്ട് 4500 രൂപ ഫൈൻ എങ്ങനെയാണ് അടിക്കുക? പേപ്പർ നോക്കാണ്ട് 4500 രൂപ. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം കൂടി ഞാൻ കൂട്ടിച്ചേർത്തത്, അല്ലെങ്കിൽ ഞാൻ പറയാമെന്ന് വിചാരിക്കും നിങ്ങൾ. ഇതാണ് അവസ്ഥ. അടിസ്ഥാനപരമായിട്ട് അധ്വാനിക്കുന്ന ഒരു അധികാരവും പണമോ സ്വാധീനമോ ഇല്ലാത്തവൻ്റെ നാടിലെ അവസ്ഥ ഈ വ്യവസ്ഥ കൊണ്ടുവരുന്ന അവസ്ഥയാണ്. അധികാരമുള്ളവൻ പിടിച്ചു പൊരിക്കുന്ന ഈ അവസ്ഥ ഉണ്ട്. ഇത് മാറണം. ഇത് മാറാണ്ട് നമ്മുടെ നാട് ഗുണം പിടിക്കില്ല. എന്തൊക്കെ ചെയ്താലും ഗുണം പിടിക്കില്ല.